ഹായ് ഫ്രണ്ട്സ്, സുമ ലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കായ വറുത്തതും ശർക്കര വരട്ടിയും തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനായി നേന്ത്രക്കായ തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി നേന്ത്രക്കായ ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ആദ്യം നമുക്ക് ശർക്കര വരട്ടിയിലേക്കുള്ള കായ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കായ വറുക്കാനാണ് പോകുന്നത്. അതിനായി വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിലെ പതയെല്ലാം മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കായ നന്നായി കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എല്ലാ കായയും നമുക്കിതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കര വരട്ടിയിലേക്കുള്ള കായ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കായയുടെ തൊലിയില്ലാതെ കുരു മാത്രം എടുത്തിട്ടുള്ളൂ. കുറച്ച് നല്ല ജീരകവും ചേർക്കുന്നുണ്ട്. ഒരു 2 കഷ്ണം ചുക്കും ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ കായ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കുള്ള ശർക്കരയൊന്ന് മെൽറ്റാക്കി അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഉരുളി അടപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നമ്മുടെ ശർക്കര പാനി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ശർക്കര വരട്ടിയുടെ കായ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചുക്കിൻ്റെയും ഏലക്കായയുടെയും പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയും കായ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബൈ.